ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാനയുടെ ആക്രമണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? ചക്കക്കൊമ്പൻ അവിടെ വിളയാടുകയാണല്ലോ. SKN, ഗുഡ് മോർണിംഗ്. ചക്കക്കൊമ്പൻ അങ്ങനെ വിളയാടുകയാണ്. കാരണം ചിന്നക്കനാൽ മേഖലയിലെ ഏക കൊമ്പനായി ചക്കക്കൊമ്പൻ മാറിക്കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന അരിക്കൊമ്പനെ നാടുകടത്തി, പിന്നെ ഉണ്ടായിരുന്ന മുറിവാലൻ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞു. അത് ചക്കക്കൊമ്പൻ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് 301 കോളനിയിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. സോമി സെബാസ്റ്റ്യൻ എന്ന ആളുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്, ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ വീടിന്റെ അടുക്കള ഭാഗമാണ് ഇടിച്ചിരിക്കുന്നത്. മാത്രമല്ല അടുക്കള ഭാഗം ഇടിച്ചതിന് ശേഷം ആ അടുക്കളയ്ക്കകത്തുണ്ടായിരുന്ന അരിച്ചാക്കെടുത്ത് പുറത്ത് അരി ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം തേടിയുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചക്കക്കൊമ്പൻ മതപ്പാടിലാണ്, കാട്ടാനക്കൂട്ടത്തോടൊപ്പം ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നത്. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വനംവകുപ്പിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ RRTയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കും ആ ചക്കക്കൊമ്പൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറ്റ് രണ്ട് പ്രശ്നക്കാരായ കാട്ടാനകൾ ഇവിടെ നിന്ന് മാറിയതോടുകൂടി, അല്ലെങ്കിൽ ഇല്ലാതായതോടുകൂടി ചക്കക്കൊമ്പൻ കൂടുതൽ അക്രമകാരിയാകുമെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പോൾ 301 കോളനിയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്.